ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ളോഗ് എടുക്കാം എന്ന് വിചാരിച്ചു. കാരണം ഇന്നലെ കാര്യമായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നല്ല മഴയാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് തോർന്നിരിക്കുകയാണ്. എന്നാലും ചാറ്റ മഴയുണ്ട്. രാത്രി തുടങ്ങിയ മഴയാട്ടോ. അപ്പോൾ ഇന്ന് തോമൂന് എങ്ങനെയാണെന്ന് വെച്ചാൽ 12:30 വരെ ക്ലാസ് ഉണ്ട്. സോ നമുക്ക് സ്നാക്സൊക്കെ കൊടുത്തു വിടണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ നമുക്ക് വേഗം ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവർക്കും നല്ലൊരു ഡേ ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ. മഴയായ കാരണം ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എനിവേ എല്ലാവർക്കും നല്ലൊരു ഡേ ഞാൻ വിഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വേഗം താഴെ വന്നിട്ട് ആദ്യം മെഷീനിൽ തുണി അലക്കാനിട്ടു കേട്ടോ. എന്നിട്ട് ഞാൻ ചമ്മന്തി ഉണ്ടാക്കാനുള്ള ചട്ടിയൊക്കെ വെച്ച് സബോളയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേസ്റ്റ് ഒരു പാത്രത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ഡാഡിക്കും എനിക്കും ഡോൺ ചാട്ടിനുള്ള കട്ടൻ കാപ്പി അതൊക്കെ റെഡിയാക്കി വെച്ചു. വേഗം ചമ്മന്തി ഉണ്ടാക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ തൊട്ട് മഴ ആയതുകൊണ്ട് തന്നെ കറണ്ട് പോയാൽ പെട്ടുപോകും. ചമ്മന്തിയും കൂടെ അരയ്ക്കേണ്ടത് കൊണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പാട്ടൊക്കെ വെച്ച് കേട്ട് റെഡിയാക്കാണ്. പിന്നെ ഉച്ചക്കത്തേന് ഞങ്ങൾ ഇന്നലെ രാത്രി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുതിര ഉപ്പേരി, മുതിര ചാറായിട്ട് വെക്കാം, എന്നിട്ട് ഉണക്കമാന്തൽ വറക്കാം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ആ മാന്തൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിഞ്ഞ ദിവസമാണ് കേട്ടോ മാന്തൽ ഉണക്കമീൻ ക്ലീൻ ചെയ്യണത്. എനിക്ക് ഉണക്കമീൻ ഇഷ്ടമില്ല, ഞാനങ്ങനെ കഴിക്കില്ല. ഉണക്കച്ചെമ്മീൻ കഴിക്കുമെങ്കിലും ഉണക്കമീനുകൾ ഞാനങ്ങനെ കഴിക്കാറേ ഇല്ല കേട്ടോ, കഴിച്ചിട്ടില്ല. അങ്ങനെ അത് ക്ലീൻ ചെയ്യാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എങ്ങനെയൊക്കെയോ ചെയ്തു, പക്ഷെ മമ്മി ഇതിങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് കാണിച്ചപ്പോൾ അതിൻ്റെ ഈസി മെത്തേഡ് മനസ്സിലായി. അപ്പോൾ ഞാനത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അമ്മയും ഉണക്കമീൻ കഴിക്കാത്തൊരു ആളാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ വറുത്തപ്പം അമ്മയുള്ള സമയത്താട്ടോ വറുത്തത്. അപ്പോൾ അമ്മയ്ക്കത് ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് തോന്നുന്നു തൃശ്ശൂരിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതൽ ഈ ഉപ്പേരികളുടെ സൈഡ് ഉണക്കമീൻ കഴിക്കുന്നത് ഇഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടോ. ഇപ്പോൾ ഉണക്കപ്പയറിൻ്റെ എന്തെങ്കിലും ആണെങ്കിൽ അതിൻ്റെ കൂടെ ചെമ്മീൻ ഉണക്കമീൻ വറുത്ത് കഴിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ കുറേ ഇഷ്ടങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ദോശയും തക്കാളി ചട്നിയും അതുപോലെ തന്നെ ചോറും, ഉച്ചയ്ക്ക് ചോറും മാന്തൽ ഫ്രൈയും നമ്മുടെ മുതിരയുടെ ചാറുകറിയാണ് കേട്ടോ. അപ്പോൾ ചോറ് ഇന്നലത്തെ കുറച്ച് ഇരിപ്പുണ്ട്, കുറച്ച് ചോറ് വെച്ചാൽ മതി. അപ്പോൾ ഞാനത് കുഞ്ഞു കുക്കറിൽ വെക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനത് അവിടെ നിന്ന് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. വേഗം പണി കഴിയണം. അപ്പം ഞാൻ പതിവ് പോലെ നമ്മുടെ ചാക്കോച്ച് നമ്മുടെ വീഡിയോ വോയിസ് ഓവറിങ് ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ നോക്കിയതാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഇപ്പോൾ സ്കൂളൊക്കെ തുടങ്ങുമ്പം ഓട്ടോമാറ്റിക്കലി ഷെഡ്യൂൾ വരുമെന്ന് പറയുന്നത് വളരെ ശരിയാണ് കേട്ടോ. 2 ദിവസമാകുമ്പോൾ പോയപ്പോഴേ എനിക്ക് ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങൾ സെറ്റായി. അപ്പോൾ ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിൽ വിചാരിച്ചു 8 മണിക്ക് മുമ്പേ എല്ലാ കാര്യങ്ങളും തീർക്കുക, അതായത് ലഞ്ചടക്കം മാക്സിമം തീർക്കാൻ ശ്രമിക്കുക. ഡിംപിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വന്നിട്ട് ചെയ്തോളാം, സാരമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വെക്കാൻ പറ്റിയാൽ ഞാൻ വെക്കാം, ഇല്ലെങ്കിൽ ഡിംപിൾ വെച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ടൈമുണ്ട്. പിന്നെ ഞാൻ ദോശ ഇന്ന് എന്ത് ചെയ്തു, നെയ് റോസ്റ്റ് ഉണ്ടാക്കാണ്ട് തട്ട് ദോശ ഉണ്ടാക്കി ഹോട്ട് പാക്കിനകത്ത് ഇട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നി പരിപാടി. ഞാൻ പറഞ്ഞ പോലെ ആദ്യം ബ്രേക്ക്ഫാസ്റ്റുകാർ ഒതുക്കിയിട്ട് ലഞ്ചിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു, ഇല്ലെങ്കിൽ അതും ഇല്ല ഇതും ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലെത്തും. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം ദോശയും ചമ്മന്തിയും റെഡിയാക്കി അതിൻ്റെ ഇടയ്ക്ക് മുതിര കുക്കറിൽ വേവിക്കാൻ വെച്ചു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാനിപ്പിച്ചു കേട്ടോ. അപ്പം നമ്മളൊരു പ്ലാൻ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കും എന്നുള്ളത് ഇപ്പം മനസ്സിലായിട്ടോ. ഇനി കുറച്ചുള്ള സമയം എനിക്ക് വേണമെങ്കിൽ ബിസിനസ്സിലിരിക്കാം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാം. ചാക്കോയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ചേട്ടന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എന്നെ എങ്ങനെയെങ്കിലും ഡിസ്റ്റർബ് ചെയ്യുക, ഇറിറ്റേറ്റ് ചെയ്യുക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ സമയത്ത് അപ്പയാണെങ്കിൽ ചാക്കോച്ചിന് വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഞാൻ മാന്തൽ ഫുള്ള് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് വറുത്തെടുക്കുക എന്നുള്ളത്, ഉണക്കമീനാണല്ലോ, അപ്പോൾ ഉപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് വേഗം കഴിയും. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ, ഉണക്കമീൻ ഇഷ്ടമാണ്. അങ്ങനെ ചോദിച്ച് പിടിച്ച് വന്നപ്പോഴാണ് ഡോൺ ചേട്ടൻ പറഞ്ഞത് ഡോൺ ചേട്ടൻ ചിലപ്പോഴേ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുള്ളൂ, കാരണം അവിടെ തിമിത്തിയേട്ടനില്ല. സോ ഡോൺ ചേട്ടൻ അവിടെ മിക്കവാറും ഇരിക്കേണ്ടി വരും. ചിലപ്പോൾ തോമൂനെ കൊണ്ടാക്കും കേട്ടോ. തോമൂനെ വിളിച്ചുകൊണ്ട് വരണം, ഒരു 12:30 ആകുമ്പം പോയിട്ട് തോമൂനെ വിളിച്ചുകൊണ്ട് വരണം. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇന്നെങ്ങനെയാണെന്ന് വെച്ചാൽ തോമൂന് സ്നാക്സ് കൊടുത്തു വിടണം. ആദ്യമായിട്ട് അവന് ശരിക്കും ഒരു ഫസ്റ്റ് ഡേ ആണ് 12:30 വരെ ഉള്ളത്. ശരിക്കും ഇന്നാണ് എനിക്കൊരു ക്രൂഷ്യൽ ഡേ എന്ന് പറയുന്നത്. അവൻ ഫുഡ് കഴിക്കുമോ, എങ്ങനെ അവനെ ഹാൻഡിൽ ചെയ്യുമോ, അവരെ സംബന്ധിച്ച് അവനെ ഹാൻഡിൽ ചെയ്ത് വശമില്ല.
റീമോൾ മാം ആണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ആലോചിക്കേണ്ട, അവനുമായിട്ട് യൂസ്ഡു ആയി, അവൻ എന്ത് ചെയ്യും, അവൻ എത്ര നേരം എടുത്ത് ഭക്ഷണം കഴിക്കും ഒക്കെയുള്ളത് റീമോൾ മാമിനെ അറിയാം. പക്ഷെ ഇനിയിപ്പം ഈ മാമിൻ്റെ സെറ്റായി വരാം. അപ്പം പിള്ളേർ എന്ത് ഇതുണ്ടെങ്കിലും അവരോട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവൻ ഒരു സ്ലോ ഈറ്ററാണ്, ആലോചിച്ചിരുന്ന ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ദേ കൈയൊക്കെ കഴുകി ഇനിയിപ്പം ചായ വെക്കണം കേട്ടോ. ചായ വെച്ചിട്ടില്ല, ചായ വെക്കണ ഒരു പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ വേഗം ചായയും കൂടെ വെച്ചാണ്. ഇപ്പോൾ ഡാഡിയും മോനും എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനൊരു 8:30 കഴിയുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് കഴിയും. അപ്പോൾ അവരൊരു 8:45 അവരും ഭക്ഷണം കഴിക്കുകയാണ്. അപ്പം ഒരു 9 മണി 9:15 ആകുമ്പോഴത്തേനും ഞങ്ങൾ 3 പേരും ഭക്ഷണം കഴിച്ച് കഴിയും. അപ്പം ഡോൺ ചേട്ടനെ സംബന്ധിച്ചും ഡോൺ ചേട്ടന് നേരത്തെ ഫുഡ് കഴിക്കുന്നതാണ് ഡോൺ ചേട്ടനും ഇഷ്ടം. സോ പരിപാടികൾ കുറച്ച് നേരത്തെ കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നേരത്തെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കും. ചായ ഞങ്ങൾ എന്തായാലും ലേറ്റ് ആയിട്ടേ കുടിക്കുള്ളൂ, കാരണം പിള്ളേരെല്ലാം ഞങ്ങളൊരു 6 മണി കഴിഞ്ഞ് റൂമിൽ ഇറക്കുകയുള്ളൂ. അങ്ങനെ ഒരു 7:15 7:15 ഞാൻ ചായ വെച്ചു, ദോശ ചുട്ടു. അങ്ങനെ ഞാൻ ആദ്യമേ കാര്യം പറഞ്ഞതാണ്, ഞാൻ ആ ഒരു ലെങ്തി വീഡിയോ ആയിരുന്നു, ഞാൻ ആ മീൻ കഴുകുന്ന ഒരു വീഡിയോ. അങ്ങനെ എന്താ പറയുക, ചമ്മന്തി അരച്ചു. അതിൻ്റെ ഇടയ്ക്ക് വാഷിംഗ് മെഷീൻ നിന്നു, അപ്പോൾ അത് ഓഫ് ചെയ്ത് എല്ലാം കൊട്ടയിലേക്ക് തുണികളൊക്കെ മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ ഓർത്ത് ഇനി കൊട്ട നിറഞ്ഞ് തുളുമ്പാൻ നിൽക്കേണ്ട, ഒരു ലെവലിൽ നിറയുന്നതിന് തൊട്ട് മുമ്പ് വാഷ് ചെയ്തിട്ടാൽ എനിക്കും വേഗം വിരിച്ചിടാനും വേഗം മടക്കാനും ഒക്കെ പറ്റും. പ്രായം മുന്നോട്ട് പോകും തോറും ബോധം വെക്കുക എന്ന് കേട്ടിട്ടില്ലേ. അപ്പോൾ കുത്തിപ്പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മമ്മി ലുലുവിൽ പോയപ്പം ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അത് ഫുള്ളി നമ്മൾ കമത്തില്ല, നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കുത്തിപ്പൊടി. അപ്പോൾ ചിലപ്പോൾ നനവൊക്കെ പറ്റി അത് പൂത്തു പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ആവശ്യത്തിനനുസരിച്ച് ആ കുപ്പിയിലേക്ക് മാറ്റുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച്, ഇപ്പോൾ നമ്മൾ മുതിര ഉണ്ടാക്കുമ്പോൾ വേണം, അപ്പോൾ മുതിരയ്ക്ക് ആവശ്യമായിട്ടുള്ളൂ. പിന്നെ ആ പാത്രത്തിലൊരു പകുതി പാത്രം ഞാനിതാക്കും. നമ്മൾ പണ്ട് വീട്ടിൽ കുത്തിപ്പൊടി ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇപ്പം ടൈമിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടും പിന്നെ അല്ലെങ്കിൽ നമ്മൾ പാക്കറ്റ് ആയാലും മേടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം മമ്മി ലുലുവിൽ പോയി തുടങ്ങിയപ്പോൾ ലുലുവിൽ ഇങ്ങനെ കണ്ടപ്പം നല്ലതാണ് മസാലകൾ. ബിരിയാണി മസാല മാത്രം കുറച്ച് ഒരു ഫ്ലോപ്പ് പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു, ഞങ്ങൾക്ക് ഇഷ്ടമായില്ല ഫ്ലേവർ. സാധാരണ ഡിമ്പിൾ ചുമ്മാ വെച്ചാൽ പോലും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നെങ്കിലും എന്തോ ഒരു അപാകത ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നി. പക്ഷേ ഫിഷ് മസാല, മീറ്റ് മസാല, ഗരം മസാലയൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ ഞാൻ വേഗം പകർത്താണ് കേട്ടോ. ഇനിയിപ്പോൾ പകർത്തിയിട്ട് മുതിര ഉണ്ടാക്കുക, അങ്ങനെ കുറച്ച് പരിപാടികൾ. ഇതൊക്കെ ഈസി ആയിട്ടുള്ള, നമ്മൾ ഇങ്ങനെ ഈസി ആയിട്ടുള്ള ലഞ്ച് പ്ലാൻ ചെയ്യുമ്പോൾ ഉള്ള ഗുണം അതാണ്, നമ്മുടെ പരിപാടികളൊക്കെ വേഗം കഴിയും. ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ എടുക്കുമ്പോൾ സമയം 10:15 കേട്ടോ. അപ്പോഴത്തേനും ഞങ്ങളുടെ എല്ലാ എൻ്റെ തുണി വിരിക്കലും മേളിലടിച്ചു വാരി അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. ചാക്കോച്ചനും ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ അവനും നേരത്തെ കഴിക്കണ കൂട്ടത്തിലാണ്. ഞാൻ പറഞ്ഞ എൻ്റെ അപ്പൻ്റെ സ്വഭാവം എന്ന് പറയും, അതായത് നേരത്തെ ഭക്ഷണം കഴിക്കുക, സമയത്ത് ഭക്ഷണം കഴിക്കുക, അങ്ങനെ ഒരു കാറ്റഗറിയാണ്. അങ്ങനെ ഒരു 8 മണിയായപ്പം ഓൾമോസ്റ്റ് കാര്യങ്ങൾ കഴിഞ്ഞു. ഞാൻ തോമുൻ്റെ സ്നാക്സ് ബോക്സ് റെഡിയാക്കി. അവന് ദോശയും പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു കുട്ടി ബോക്സിൽ അവന് ഇഷ്ടമുള്ള ഒരു പഴവും വെച്ചിട്ടുണ്ട്. അവന് ഏതാണോ ഇഷ്ടം അത് അവൻ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ വെള്ളം എടുത്തു വെച്ചു. ഇനി ഇതിപ്പോൾ പാക്ക് ചെയ്യുക, കൊടുത്തു വിടുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് എല്ലാ സാധനത്തിലും, അത് ഈവൻ സ്പൂണാണെങ്കിൽ പോലും നെയിം നമ്മൾ ലേബിൾ ചെയ്ത്, നമ്മുടെ പാത്രമാണെന്ന് നമുക്കറിയാം, പക്ഷെ അവർക്ക് അറിയണമെന്നില്ല. അപ്പോൾ കുപ്പിയിലടക്കം ഈ സ്റ്റിക്കർ എവിടെ നിന്നാണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള ടഡാ മൊമെൻസിൽ നിന്നാണ് നമ്മളിത് വാങ്ങിച്ചത്. അപ്പോൾ ഇവിടെ മുതിര റെഡി ആയിട്ടുണ്ട്, കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ വേഗം വന്ന് തോമുവിനെ ഒരുക്കാൻ വന്നതാണ് കേട്ടോ. 8:15 എൻ്റെ 8:10 എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. വേഗം വന്നു ചൂടുവെള്ളം പിടിച്ചു കേട്ടോ, കാരണം അത് നല്ല തണുത്ത വെള്ളമായിരുന്നു. ചൂടുവെള്ളം പിടിക്കാനായിട്ട് ഒരു 4-5 മിനിറ്റ് അതിന് വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ തോമുവിനെ ഇത് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോഴത്തേനും ഡോൺ ചേട്ടൻ ആ ഗ്യാപ്പിൽ കഴിച്ചു, കാരണം ഡോൺ ചേട്ടനാണ് തോമുവിനെ കൊണ്ടാക്കണത് കേട്ടോ. അപ്പോൾ ഡോൺ ചേട്ടൻ പറഞ്ഞു ഡോൺ ചേട്ടനും ഇന്ന് നേരത്തെ പോവാണ്, ഇനി പോയിട്ട് ഞാൻ 10-15 മിനിറ്റ് വേണ്ടി തിരിച്ച് വരണില്ല. ഞാൻ മല്ല തിമിത്തിയേട്ടൻ അവിടെ ഇല്ലെന്ന്. അപ്പോൾ അതേ തോമുൻ്റെ ബാഗും സ്നാക്സ് ബോക്സൊക്കെ റെഡിയാക്കി. ഈ ഗ്യാപ്പിൽ ഡിമ്പിൾ വന്ന് പാച്ചുവിനുള്ള സ്നാക്സ് റെഡിയാക്കി കൊണ്ടുപോയി. പാച്ചുവിന് ദോശ ഇഡ്ഡലി അങ്ങനെ ഇഷ്ടമില്ല, അപ്പോൾ അവന് ഇഷ്ടമുള്ളത് ഡിമ്പിൾ പാക്ക് ചെയ്ത് കൊടുത്തിട്ടേ തോമുനെ റെഡിയാക്കി. എനിക്ക് സത്യം പറഞ്ഞ ടെൻഷൻ, അവനെ എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ കുളിക്കണ്ട തണുക്കണമെന്നൊക്കെ പറഞ്ഞെങ്കിൽ പിന്നെ കരഞ്ഞൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇന്ന് പോയിട്ട് വരുമ്പോൾ ബാക്കി വിശേഷങ്ങൾ അറിയാം. അവനെങ്ങനെ ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ ഡ്രസ്സ് യൂണിഫോം അവന് വരെ ഇടാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഇന്നറിയാം. അങ്ങനെ റെഡി ആക്കിയിട്ട് അപ്പോൾ കുറേ പേര് പറഞ്ഞു കേട്ടോ ഹെൽമെറ്റ് യൂസ് ചെയ്യണില്ല എന്നുള്ളത്.
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അടുത്ത വളവാണെങ്കിൽ പോലും ഹെൽമെറ്റ് വെക്കണം. അപ്പോൾ ഇന്ന് ഞാൻ ഡോൺ ചേട്ടനോട് പറഞ്ഞു ഹെൽമെറ്റ് വെച്ചിട്ട് പോയിക്കോളൂ, എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഡോൺ ചേട്ടൻ പറഞ്ഞു ഇന്ന് ഞാൻ എന്തായാലും ഹെൽമെറ്റ് വെച്ചിട്ടേ പോവുള്ളൂ, ഞാൻ ഹബ്ബിലേക്കില്ല, അപ്പോൾ എന്തായാലും ഹെൽമെറ്റ് വെക്കാണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് ഈ 2 ദിവസം ഹെൽമെറ്റ് ഇല്ലാതെ കണ്ടത്. കഴിഞ്ഞ് മറ്റേ സൂപ്പർ ബൈക്ക് വരുമ്പോൾ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കാരണം ടൗണിൽ നിന്ന് വന്നതാണല്ലോ. അങ്ങനെ തോന്നുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. ഇനി തിരിച്ചു വരുമ്പം സന്തോഷമാണോ സങ്കടമാണോ എന്നുള്ളത് നമുക്കറിയാം. ബായ് പറഞ്ഞതേ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവനെ വിട്ടതിന് ശേഷം പാച്ചു പോവാൻ റെഡിയാവാൻ പോയി. ഞങ്ങളെല്ലാം ഞാനും ഡാഡിയും ഡോൺ ചേട്ടനും ഭക്ഷണം കഴിച്ചു. ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇരിക്കാനുണ്ട്. അപ്പോൾ ചാക്കോച്ചനെയും കൊണ്ടാണ് ഇരിക്കുന്നത്. നല്ല ദോശ, നല്ല തക്കാളി ചട്നിയായിരുന്നു ഇന്നത്തെ, നല്ല തക്കാളി ചട്നിയായിരുന്നു കേട്ടോ. അപ്പോൾ 9:15 അപ്പോൾ എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. മീൻ വറുത്താൽ മാത്രം മതി, ചോറ് ഊറ്റി, അങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഓടി വന്ന ഡിമ്പിളിൽ ഒരു 5 മിനിറ്റ് കൊച്ചിനെ കൊടുത്തിട്ട് ഞാൻ തുണിയൊക്കെ വിരിച്ചിട്ടുണ്ട്. അതിടയ്ക്ക് ഡിമ്പിളിൻ്റെ കൂടെ ഇരുന്ന ആൾ പെട്ടെന്ന് മമ്മിയുടെ കൂടെ പോയി കിടന്നു. മമ്മി അവിടെ റൂമിലായിരുന്നു കേട്ടോ. ഫ്രഷ് ആകാൻ പോകുമ്പോൾ ചാക്കോച്ചന് ഭയങ്കര നിർബന്ധമാണ് മമ്മീനെ കാണും. പിന്നെ വേഗം ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് പുറത്തെ ഈ ഒരു ചെടി എങ്ങനെയാണെന്ന് വെച്ചാൽ വേഗം വാടിയ പോലെ ഫീൽ ചെയ്യും. പക്ഷേ വെള്ളം അധികം കൊടുത്താലും വാടിപ്പോവും, വെള്ളം ഒഴിച്ചില്ലെങ്കിലും വാടിപ്പോവും. അപ്പോൾ 2 ദിവസം കൂടുമ്പോഴാണ് അതിന് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ ചൂടിനാണെന്ന് തോന്നുന്നത് വാടിയിരിക്കുകയാണ് മണ്ണ്. അങ്ങനെ അതിനൊക്കെ വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഓർത്തു എന്തായാലും പുറത്തോട്ട് ഇറങ്ങി. ഇല്ലെങ്കിൽ എനിക്കിനി ഉച്ച കഴിഞ്ഞ് തോമു വന്നതിന് ശേഷം ചാക്കോനെ ഉറങ്ങിയതിന് ശേഷമേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഒക്കെ നനയ്ക്കേണ്ടതായ സാധനങ്ങളൊക്കെ നനച്ചെടുത്തു. നമ്മൾ ഫ്രണ്ടിൽ പുറത്ത് വെച്ചിരിക്കുന്ന ചെടിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മഴ പെയ്ത് ഓൾറെഡി വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനിനി വെള്ളം ഒഴിച്ചാൽ ആകെ ഇതാവും. അപ്പോൾ ചാക്കോച്ചനെ അതേ ഞാൻ റൂമിൽ കൊണ്ടുവന്ന് എല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അതേ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തോമുനും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ സ്റ്റിക്കർ ഒട്ടിക്കുന്നത്. അപ്പോൾ ഒരു പഴയ ബുക്ക് കൊടുത്ത് അതിൽ സ്റ്റിക്കർ ഒട്ടിച്ച് ABCDയുടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനും സമയം പോകണമല്ലോ. അവനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് നമ്മുടെ 2 പിള്ളേർ സ്കൂളിൽ പോകാൻ സമയമാവാറ്. ഒരു 9:30 കഴിയുമ്പോൾ തൊട്ട് ഡോൺ ചേട്ടൻ പോവാന്ന് പറഞ്ഞ് നിൽക്കുമെങ്കിലും 2 പേര് റെഡിയായി വരുമ്പോൾ ഒരു സമയമാവും. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 9 മണിയാകുമ്പോഴേ 2 പേരും പോവാണ്. അതൊരു റൊട്ടീൻ വന്നാൽ ഇപ്പോൾ പശുവിനായാലും അടുത്ത വർഷം സ്കൂളിൽ പോകുമ്പം ഈസി ആയിരിക്കും കേട്ടോ. അങ്ങനെ എന്താ പറയുക, അടിപൊളി ഒരു മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ സൺഡേ സ്പെഷ്യലായിട്ട് നമ്മുടെ ഹസീന ആൻറ്റിയുടെ ബീട്രൂട്ട് സ്വീറ്റാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പം ഞാൻ ബീട്രൂട്ട് വേവിച്ചതേ മിക്സിയിൽ അടിക്കാനായിട്ട് ചൂട് പോകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. പഞ്ചസാര അടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതേ ആപ്പിൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. റോസ് എസെൻസ്, അതിന് കുറച്ച് സാധനങ്ങൾ മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിപ്പോൾ ബീട്രൂട്ട് ഞാൻ ഒരു തുള്ളി ഉപ്പിട്ടിട്ട് കുക്കറിൽ ഒരു വിസിൽ അടിച്ച് എടുത്തതാണ് കേട്ടോ. ഇതൊന്ന് ചൂട് പോയിട്ട് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അരച്ചിട്ട് വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒന്ന് വറ്റി വരുമ്പോൾ, വെള്ളം വലിഞ്ഞ് വരുമ്പോൾ പഞ്ചസാര ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫുള്ളായിട്ട് ഇടണം, ഈ പറഞ്ഞ പോലെ പൊടിച്ചിട്ടും ഇടണം കേട്ടോ. ഏലക്കയൊക്കെ ഇട്ടിട്ട് നോക്കാം എങ്ങനെ വരും എന്നുള്ളത്. ഇവിടെ ആരും ബീറ്റ്റൂട്ട് കഴിക്കില്ല, എന്താണ് ട്വിസ്റ്റ് ഇതിനകത്ത് നോക്കാം. ഡോൺ ചേട്ടൻ ട്രൈ ചെയ്യായിരിക്കും, ബട്ട് ഡിമ്പിൾ കഴിക്കില്ല എന്ന് പറഞ്ഞു. നോക്കാം. അപ്പോഴത്തേക്കും ഡോൺ ചേട്ടൻ മാർക്കറ്റിൽ നിന്ന് നോൺ വെജൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ആപ്പിൾ പീൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ പഞ്ചസാര പൊടിച്ചപ്പം ഏലക്ക കൂടിയിട്ടാണ് പൊടിക്കുക. എൻ്റെ മനസ്സിൽ ഇത് മൊത്തവും അടിഞ്ഞു പോയി എന്നുള്ളതാണ്. അരിച്ചിട്ടിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ ഇത് കമത്തി, അപ്പോൾ ആ ഏലക്കയുടെ പീസ് അടക്കം വീണു. പക്ഷെ നല്ലൊരു സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് ടു ഹസീന ആൻറ്റി. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇന്നത്തെ ഇത്രേ ഉള്ളൂ. ഞാൻ ആ സ്വീറ്റ് വ്ളോഗ് ഇടാൻ വിചാരിച്ചല്ല, എന്നാലും ഇട്ടേക്കാം എന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.